ഉന്നത തലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ അസുഖം വന്നാൽ അവർ പറക്കും വിദേശത്തേക്ക്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇതൊരു ബിസിനസ് ആണ്. കാശ് മേടിച്ച് വെച്ച് പോക്കറ്റ് വീർപ്പിക്കാൻ നിന്നാ മതിയോ? രോഗികൾക്ക് ആവശ്യമായ ചികിത്സ കൊടുക്കാനും. ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചു, അല്ലെങ്കിൽ ചികിത്സ വൈകിയതിന്റെ പേരിൽ രോഗിയുടെ സ്ഥിതി ഭയങ്കര മോശമായി, ഇങ്ങനെയുള്ള ന്യൂസുകൾ നമ്മൾ പല ദിവസങ്ങളിലും കേൾക്കാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. കാരണം ആ ന്യൂസുകളൊന്നും നമ്മളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ സംബന്ധിച്ചോ നമ്മളുമായി ബന്ധമുള്ളവരോ അങ്ങനെയൊന്നും ആകണമെന്നില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് വരുന്ന ഒരു കാര്യങ്ങളാകുമ്പോൾ നമുക്കത് അധികം നമ്മളെ ബാധിക്കുകയില്ല. നമ്മളതൊരു ചിലപ്പോൾ കേട്ടാൽ കേട്ടു നമ്മളങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് വിടും, അല്ലേ? അൺലെസ് നമ്മളായിരിക്കണം ആ ഒരു സിറ്റുവേഷനിൽ ചെന്ന് നിൽക്കേണ്ടത്. ഞാൻ നിങ്ങളിന്നൊരു ന്യൂസ് കേൾപ്പിക്കാം. നിങ്ങളിൽ ചില ആളുകളെങ്കിലും ഈ ന്യൂസ് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കർമ്മ ന്യൂസിൽ ഞാൻ കേട്ട ഒരു ന്യൂസാണ്. വളരെ വിഷമം തോന്നുന്ന ഒരു ന്യൂസാണ്. ഇപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകളുടെ സ്ഥിതി, അല്ലെങ്കിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് അവരൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ പെരുമാറുന്നത് എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കരധികം വിഷമം തോന്നുന്നുണ്ട്. ഇതൊന്ന് കേൾക്ക്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുറച്ച് സമയം ഇതിനായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യും. 2 പേർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ കൊടുക്കാതെ അവരെ കൊന്നിരിക്കുകയാണ് എന്നാണ് അവരുടെ ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ഈ ആശുപത്രിക്കെതിരെ ഈ 4 വശത്തുള്ള ഒരു മീഡിയ പോലും ശബ്ദിക്കില്ല. ആ രീതിയിലാണ് ഇവിടുത്തെ പ്രതികരണങ്ങൾ വന്നത്. മീഡിയ പലരും വന്നിട്ട് SK ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം, അതിലെ രോഗികളുടെ റിലേറ്റീവ്സ് വളരെ എന്താ പറയുക രൂക്ഷമായി തന്നെ ഹോസ്പിറ്റലിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി അവര് തന്നെ പറയുന്നത് നമുക്ക് കേട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും പറയാം. പുള്ളിക്കാരൊരു നെഞ്ചുവേദനയായിട്ട് ഇവിടെ വന്നു. ഇവിടെ നെഞ്ചുവേദനയായിട്ട് വന്ന് ഇവിടെ ട്രീറ്റ്മെന്റിന് കയറ്റി. ഇവർ ആദ്യം പറഞ്ഞു മൈനർ അറ്റാക്ക് ആണെന്ന്, പിന്നെ പറഞ്ഞു മേജർ അറ്റാക്ക് ആണെന്ന്, പിന്നെ പറഞ്ഞു അങ്ങനെ ഒരു അറ്റാക്ക് നടന്നു. ഇത് നമ്മൾ തുടർച്ചയായി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു വയ്യായിട്ട് മിക്ക ഹോസ്പിറ്റലുകളും എക്സെപ്ഷണൽ ഹോസ്പിറ്റലുകൾ ഉണ്ടാകാം. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു വളരെ ലൈക്ക് നമുക്കൊരു നെഞ്ചുവേദനയാണ്, അല്ലെങ്കിൽ ശ്വാസ തടസ്സമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഏത് തരത്തിലുള്ള ഒരു അസുഖമാണെങ്കിലും നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നേരിടുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ എപ്പോഴും നമ്മളോട് പറയും വേഗം പോയി കൺസൾട്ടേഷൻ ഫീസ് അടക്കി എന്നിട്ട് പേഷ്യന്റിനെ കാണാ എന്ന് പറയും. ചില ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കൊരു വലിയ ബില്ല് ആദ്യമേ തന്നെ തരും. ഇതങ്ങ് അടച്ചോ ഞങ്ങൾ ട്രീറ്റ്മെന്റ്. വളരെ മോശമായ ഒരു സിസ്റ്റമായിട്ട് ഞാൻ പറയണേ. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് തന്നെ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രോഗിയെ കൊണ്ടു ചെല്ലുമ്പോൾ ആദ്യം ഫാമിലിയോട് പറയുന്നു ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ആണ്, പിന്നെ പറയുന്നു വലിയ ഹാർട്ട് അറ്റാക്ക്, പിന്നെ പറയുന്നു ഹാർട്ട് അറ്റാക്കേ വന്നിട്ടില്ല. അങ്ങനെ പല ഇൻഫർമേഷൻസ് ഡോക്ടേഴ്സ് പാസ് ചെയ്യുന്നു. അതായത് മനുഷ്യന്റെ ജീവന് ഒരു വിലയും കൊടുക്കാതെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ന്യൂസുകൾ ഫാമിലി അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഫാമിലിക്ക് പാസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു പേഷ്യന്റിനെ നമ്മളത് കൊണ്ടു ചെയ്യുന്നു, നെഞ്ചുവേദന എന്ന് പറയുമ്പോഴേക്കും ഓടി നമ്മളെ കൊണ്ടുപോയി ICUവിൽ കയറ്റി. പിന്നെ പുറത്തിരിക്കുന്ന ആ ഫാമിലി അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വറീഡായിരിക്കും. എന്താണ് സംഭവിക്കുന്നത് അവർക്കൊന്നും അറിയത്തില്ല. നമുക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റമൊക്കെ അനുസരിച്ച് നമുക്ക് ആ പേഷ്യന്റിനെ കാണാൻ ICUലാണെങ്കിൽ വളരെ ലിമിറ്റഡ് ടൈമേ കിട്ടുള്ളൂ. അത് ഹോസ്പിറ്റലിന്റെ റൂളൊക്കെ അനുസരിച്ച് നമുക്കതിനോട് എഗ്രി ചെയ്യാം. കാരണം ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ ആ വിസിറ്റിംഗ് ടൈംസ് വളരെയധികം റെസ്ട്രിക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ICUവിൽ കിടക്കുന്ന രോഗിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അയാൾക്ക് അതിൻ്റെതായ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ നമുക്ക് മനസ്സിലാകും. ബട്ട് അറ്റ് ദ സെയിം ടൈപ്പ് നോക്കൂ, നമ്മുടെ ഒരു ഫാമിലി പുറത്തിരിക്കുമ്പോൾ അവരെ ആ രോഗിയുടെ ഒപ്പം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരോട് പറയണ ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമായി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മിനിറ്റ് വന്നിട്ട് പറയുവാണ് ഇനി ആള് ജീവിച്ചിരിക്കാൻ തന്നെ ഒരു പെർസെന്റേജ് അല്ലെങ്കിൽ ഒട്ടും ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ന്യൂസിൽ കൃത്യമായി പറയുന്നുണ്ട് ആ പേഷ്യന്റ് ഒരു കാർഡിയോളജി പ്രോബ്ലം ആയിരുന്നു, ഹാർട്ടിന് പ്രോബ്ലം ആയിരുന്നു, പക്ഷേ കാർഡിയോളജിസ്റ്റ് അവൈലബിൾ അല്ലായിരുന്നു, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ അല്ല. വലിയ ഹോസ്പിറ്റല് ബില്ലിന് എന്തെങ്കിലും കുറവുണ്ടാവോ മക്കളെ? എന്ത് കാര്യം മറന്നാലും, അതായത് ഫാമിലിയോട് വന്ന് ആ പേഷ്യന്റിന് എന്ത് സംഭവിക്കുന്നു അങ്ങനെ ഒരു ന്യൂസ് ഒന്നും നമുക്ക് കിട്ടാറില്ല. അൺലെസ് നമ്മളൊരു 10 പ്രാവശ്യം ചോദിച്ചാൽ എന്തെങ്കിലും നമുക്ക് ഒരു ഇൻഫർമേഷൻ തന്നാലായി. അതാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ, അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം. ആ സമയത്ത് ഒരു തടസ്സവും ഇല്ലാതെ ഒരു വ്യക്തി പോലും മറന്നു പോകാതെ അപ്പാവ് നമ്മുടെ കയ്യിലേക്ക് വലിയ വലിയ ബില്ലുകൾ വെച്ച് തരാനായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റൽ സ്റ്റാഫോ ആരെങ്കിലും മറക്കാറുണ്ടോ? ഒരിക്കലും മറക്കാറില്ല. എല്ലാ ഇന്റർവ്യൂവിലും ദേ പിടിച്ചോ നിനക്കുള്ള 1 ലക്ഷം 2 ലക്ഷം എന്ന് പറയുന്ന വലിയ വലിയ ബില്ലുകൾ അടിച്ചു തരും. അങ്ങനെയാണല്ലേ
ഹോസ്പിറ്റലിന്റെയും ഒരു സിസ്റ്റം. നമ്മൾ ആ പുറത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് മെഡിക്കൽ ഫീൽഡുമായി ഒരു ബന്ധമില്ലെങ്കിൽ, ഈവൻ ബന്ധം ഉണ്ടെങ്കിൽ പോലും നമുക്കറിയത്തില്ല ഇത് എന്തിനുള്ള ബില്ലാണെന്നോ. നമുക്ക് അവസാനം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ആയി പോരുന്ന സമയത്ത് ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു പോരുവാണെന്നുണ്ടെങ്കിൽ സാരിയേക്കാളും നീളം കൂടുതൽ നമുക്കൊരു ബില്ല് കിട്ടാറുണ്ട് അല്ലെ. അതിനകത്ത് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടാവും. ഒരു കുത്തുന്ന ഒരു ചെറിയ സൂചി മുതൽ എല്ലാ കാര്യങ്ങളും മറക്കാതെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതാണോ പേഷ്യന്റിന്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കി വളരെയധികം കാര്യക്ഷമമായി രോഗികളെ നോക്കുന്ന എത്ര ഹോസ്പിറ്റലുണ്ട് ഇപ്പൊ. പക്ഷെ ബില്ലിനാണ് പ്രയോറിറ്റി. മനുഷ്യജീവന് ഒരു പ്രയോറിറ്റിയും അതായത് പോണൊരു പോയി. എൻ്റെ ഐസ് എൻ്റെ മെഷീൻസ് ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ ഞാൻ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ കാശ് എനിക്ക് കിട്ടണം. അതല്ലേ ഇപ്പൊ മിക്ക ഹോസ്പിറ്റലും നമ്മൾ കാണുന്ന ഒരു കാര്യം. നമ്മുടെ ഹോസ്പിറ്റൽ സിസ്റ്റം ഒക്കെ സൂപ്പർ തന്നെയാണ്, അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇതൊരു ബിസിനസ് ആണ്. മിക്കവാറും ആളുകൾക്ക് അങ്ങനെയാണ്. അതായത് മണി മേക്കിംഗ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു രോഗി രക്ഷപ്പെടണം എന്നതിലുപരിയായിട്ട് കൃത്യമായി നിങ്ങൾ ബില്ലുകൾ അടച്ചോ. അപ്പൊ മരിച്ചു കഴിഞ്ഞ രോഗികളെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യും, മരിച്ചവരെ കൊണ്ടുപോയി വെന്റിലേറ്ററിൽ ഇടും, 2-3 ദിവസം വെന്റിലേറ്ററിൽ എടുക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോ എല്ലാവരും വെന്റിലേറ്ററിൽ, ഫാമിലിയോട് പറയും വെന്റിലേറ്ററിലാന്ന് പറയും. ഞാൻ ചോദിക്കുന്നത്, അതായത് അവരവിടെ കുറെ മെഷീൻസ് വാങ്ങി വെച്ചിട്ടുണ്ട്, അവരവിടെ കുറെ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, ഇവർക്കൊക്കെ സാലറി കൊടുക്കണം അല്ലെങ്കിൽ ആ മെഷീൻസിന്റെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രോഗി ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അയാളെ കഴുത്തറത്ത് കാശ് മേടിക്കുക. ഇനിയിപ്പോ നമ്മളില്ലാത്ത കാശ് കടം മേടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുത്താൽ പോലും ആ രോഗി രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ പല ഇൻഫർമേഷൻസ് കൊടുത്ത് അറിയാത്ത കാര്യങ്ങൾ, അതായത് ഒരു രോഗി ചെന്ന് നെഞ്ചുവേന എന്ന് പറഞ്ഞ ചെന്ന രോഗിക്ക് ഫാമിലി പറയുന്ന 4-5 മണിക്കൂർ ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എന്ന് ഫാമിലി പറയുന്നു. ഡോക്ടേഴ്സിന്റെ സൈഡ് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പൊ പറയുന്നത് ആ പേഷ്യന്റ് മരിച്ചതിന് തുല്യമാണെന്നാ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു രോഗിയുടെ ഫാമിലിയും സംസാരിക്കുന്നുണ്ട് ഈ സെയിം സിറ്റുവേഷൻ. ഏറ്റവും എനിക്ക് ഷോക്കിംഗ് ആയി തോന്നിയത് ഈ ന്യൂസിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ്സ്. ഈ സെയിം സിനാരിയയിലൂടെ കടന്നുപോയ കുറെ ഫാമിലി ഈ സെയിം ഹോസ്പിറ്റലില്. അതാണ് ശരിക്കും നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത്. നമുക്ക് തോന്നും, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടും, ഇപ്പൊ ഇത് പ്രവർത്തിച്ച ഈ സ്റ്റാഫുമാരൊക്കെ പെട്ടുപോകും. ഒരു തേങ്ങ നടക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും മെഡിക്കൽ നെഗ്ലിജൻസ് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആർക്കാണ് ഇത്രയും കാശ് ചെലവാക്കി നമ്മൾ ചികിത്സ ചെയ്തു, നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളെ വിട്ടുപോയി, പിന്നെ അതിന് പിന്നാലെ കേസ് നടക്കാൻ, ഇത്ര വലിയ ഹോസ്പിറ്റലിനോടൊക്കെ മത്സരിക്കാൻ ആര് മുന്നോട്ട് വരും? എത്ര നമുക്ക് കേസ് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റും? എല്ലാവരും ഓട്ടോമാറ്റിക്കലി അതൊക്കെ മറന്നങ്ങ് പോകും അല്ലെ. ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റല് ഇപ്പോഴത്തെ സ്ഥിതിക്ക് പോകാൻ കഴിയോ? സാധാരണക്കാരൻ വേണ്ട, അത്യാവശ്യം കാശുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എന്തുമാത്രം കാശ് ചെലവാക്കണം. ഇനി പബ്ലിക് ഹോസ്പിറ്റലിന്റെ ഒരു സിസ്റ്റം അത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്കാനോ അല്ലെങ്കിൽ അത്യാവശ്യമായ എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യം വേണമെങ്കിൽ നമ്മൾ പുറത്ത് വീണ്ടും പൈസ കൊടുത്ത് ചെയ്യണം. അതായത് നമുക്ക് ഒരിക്കലും മെഡിക്കൽ എക്സ്പെൻസസ് ഇപ്പം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു സിറ്റുവേഷൻ ആണ്. ഇത്രയധികം മെഡിസിൻ ഒക്കെ അഡ്വാൻസ് ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴാണ് ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് ചെന്ന പേഷ്യന്റിന് ഇതുപോലെയുള്ള സ്ട്രഗിളിലൂടെ കടന്നു പോകേണ്ടത്. ഒരു കാർഡിയാക് ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫാസ്റ്റ് ഫ്യൂ അവേഴ്സ് അല്ലെങ്കിൽ അയാളെ ചെല്ലുന്ന അവസ്ഥ, ആ അക്യൂട്ട് സ്റ്റേജിൽ അയാൾക്ക് വേണ്ട ചികിത്സകൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണം. അതിന് പകരം ഞങ്ങൾക്ക് കാർഡിയോളജിസ്റ്റില് ഞങ്ങൾക്ക് ആൻജിയോഗ്രാം മെഷീൻ കേടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഡോക്ടർമാർ എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ നടപടികളെടുത്ത് ആ പേഷ്യന്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അതാണ് ഒരു പ്രൈമറി ആയിട്ടുള്ള നമ്മുടെ ഒരു എയിം അല്ലെ. കാശ് മേടിച്ച് വെച്ച് പോക്കറ്റ് വീർപ്പിക്കാൻ നിന്നാൽ മതിയോ? രോഗികൾക്ക് ആവശ്യമായ ചികിത്സ കൊടുക്കാനും ഇവമാരൊക്കെ തയ്യാറാകണ്ടേ? ഞാൻ ചോദിക്കണേ, ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് എത്ര മീഡിയാസ് അവിടെ വന്നു? കാരണം ആരും വരില്ല, ഒന്നും പറയത്തില്ല. ഇത്ര വലിയ ആളുകൾക്കെതിരെയൊക്കെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യമൊക്കെ പോക്കാന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വലിയ പ്രത്യേകിച്ച് ഒരു ന്യൂസും കാര്യങ്ങളൊന്നും വരാത്തത്. എന്തെങ്കിലുമൊക്കെ നാട്ടിൽ വളരെ ബാഡായിട്ട് സംഭവിക്കുമേ, ഒരു രോഗി മരിക്കുമ്പോൾ ചികിത്സാ പിഴവ് കൊണ്ട് നമ്മൾ കുറേ കിടന്ന് ഒച്ച വെക്കും, സമരം ചെയ്യും, ഹോസ്പിറ്റലിൽ തല്ലിപ്പൊളിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഈ സിസ്റ്റത്തിന് പെർമനന്റ് ആയിട്ട് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോവാം, ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മളൊരു CT സ്കാനോ ബ്ലഡ് ടെസ്റ്റോ ചെയ്തു. ആ സെയിം ടെസ്റ്റിന് അടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുമ്പോൾ അതിന്റെ പൈസ വീണ്ടും കൂടുകയെ കുറയേ.
സെയിം ടെസ്റ്റിന് തന്നെ പല ബില്ലുകളാണ്. അതായത് ഹോസ്പിറ്റലിന്റെ പ്രൗഢി അനുസരിച്ച്, ഹോസ്പിറ്റലിന്റെ സ്റ്റാറുകൾ കൂടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ പൈസ കൊടുക്കണം. ഇതിലൊക്കെ നമ്മുടെ ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുപോകുന്നൂടെ? പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും ഒരു ഗവൺമെന്റും കൊണ്ടുവരില്ല. കാരണം ഉന്നത തലങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ അസുഖം വന്നാൽ അവർ പറക്കും വിദേശത്തേക്ക്. അവർക്കൊരു ചെറിയ ഓപ്പറേഷൻ ആവശ്യമുണ്ടെങ്കിൽ അവരിവിടെ ചെയ്യത്തില്ല. കാരണം അവർക്ക് അത്ര വിശ്വാസമാണ് ഈ സിസ്റ്റത്തെ. മറക്കാതെ നിങ്ങളുടെ കമന്റ്സുകൾ ഈ വീഡിയോയെ കുറിച്ചുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ വരട്ടെ. ഞാൻ പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോ ആയി തിരിച്ചു വരാം. സബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ.